ഹായ് ഗൈസ്, മൈ നെയിം ഈസ് രാജ്. ഇന്നത്തെ ഒക്കേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിങ്ക്, കോപ്പർ, അയൺ എന്നീ 3 എസെൻഷ്യൽ ട്രേസ് എലമെൻസിനെ കുറിച്ചിട്ടാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ മാക്രോ മിനറൽസ് ആയിട്ടുള്ള 6 മിനറലുകളെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ദേ ആർ സോഡിയം, ക്ലോറൈഡ്, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം. ഈ 6ഉം മാക്രോ മിനറൽസ് ആണ്. അതായത് അവരുടെ RDA ഗ്രേറ്റർ ദാൻ 100 മില്ലിഗ്രാം പെർ ഡേ ആണ്. ഇത് ട്രേസ് എലമെൻസ് ആണ്. ഇവരുടെ RDA 1 to 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. RDA എന്താണെന്ന് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളതാണ്. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, അതായത് ഒരു ദിവസം ഒരു പേഴ്സൺ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി കൺസ്യൂം ചെയ്തിരിക്കേണ്ട ഈ ഒരു മിനറലിൻ്റെ ക്വാണ്ടിറ്റി പെർ ഡേ. ആൻഡ് ഈ സിങ്കിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയാൻ നേരത്ത് 66 to 106 മൈക്രോഗ്രാംസ് പെർ ഡെസിലിറ്റർ ആണ്. ഇൻ കേസ് ഓഫ് കോപ്പർ ഇറ്റ് ഈസ് 70 to 140 മൈക്രോഗ്രാംസ് പെർ ഡെസിലിറ്റർ. ആൻഡ് ഇൻ ടേംസ് ഓഫ് അയൺ ഇറ്റ് ഈസ് 60 to 170 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ. ആൻഡ് ദെയർ ഡയറ്ററി സോഴ്സസ് ആർ സിങ്കിൻ്റെ മീറ്റ്, സീ ഫുഡ്, ഡയറി പ്രോഡക്ട്സ്, നട്ട്സ് ഒക്കെയാണ്. കോപ്പറിൻ്റെ ലിവർ, ഷെൽ ഫിഷ്, സീഡ്സ്, നട്ട്സ് ഒക്കെയാണ്. അയണിൻ്റെ റെഡ് മീറ്റാണ് കൂടുതലും. പിന്നെ ലെഗ്യൂംസ് എന്ന് പറയുമ്പോൾ ബീൻസിൻ്റെ ഫാമിലി പെടുന്ന ആൾക്കാരാണ് ഈ പയറൊക്കെ. പിന്നെ സ്പിനാച്ച്. ഈ റെഡ് മീറ്റിലെ അയൺ കൂടുതലാണെന്ന് പറയാൻ കാരണം റെഡ് മീറ്റിന് ഈ ഒരു റെഡ് കളറേഷൻ കൊടുക്കുന്നത് മയോഗ്ലോബിനുള്ള ഹീം അയണാണ്. ഹീമിൽ അയൺ ഉണ്ട്, അതുകൊണ്ട് ആ ഒരു റെഡ് മീറ്റിൽ അയണിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദെയർ RDA. സിങ്കിൻ്റെ കേസിൽ ഇറ്റ് ഈസ് 8 to 11 മില്ലിഗ്രാം പെർ ഡേ. കോപ്പർ ഇറ്റ് ഈസ് 900 മൈക്രോഗ്രാംസ് പെർ ഡേ. അതെന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 മില്ലിഗ്രാം പെർ ഡേ ആണ്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ കൺസിഡേർഡ് ആസ് എ ട്രേസ് എലമെൻറ്റ്. സത്യം പറഞ്ഞാൽ അത് മൈക്രോ മിനറൽസിന് കീഴിലാണ് പറയുന്നത്. ബട്ട് കൺസിഡേർഡ് ആസ് എ ട്രേസ് എലമെൻറ്റ്. അപ്പോൾ ഒരേ ഒരു മൈക്രോ മിനറൽ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് അയഡിൻ. അവരുടെ RDA എന്ന് പറയുമ്പോൾ ജസ്റ്റ് 150 മൈക്രോഗ്രാംസ് പെർ ഡേ ആണ്. ആൻഡ് നെക്സ്റ്റ് അടുത്തത് അയണാണ്. അയണിൻ്റെ കേസിൽ RDA എന്ന് പറയുമ്പോൾ മെയിൽസിന് 8 മില്ലിഗ്രാം പെർ ഡേയും ഫീമെയിൽസിന് 18 മില്ലിഗ്രാം പെർ ഡേയുമാണ്. അതായത് ഈ മെൻസ്ട്രേഷൻ്റെ ഒക്കെ സമയത്ത് ഫീമെയിൽസിൽ നിന്ന് അയൺ ഇഷ്ടംപോലെ പോകുന്നതായിരിക്കും ബ്ലഡിൻ്റെ ഫോമിൽ. നെക്സ്റ്റ് ഈസ് ദെയർ അബ്സോർഷൻ. ഈ 3 മിനറൽസിനും അബ്സോർഷൻ നടക്കുന്ന ഒരു കോമൺ സൈറ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. ഇൻ കേസ് ഓഫ് കോപ്പർ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ കൂടാണ്ട് സ്റ്റൊമക്കിൽ നടക്കുന്നുണ്ട്. അടുത്തത് ഇവരുടെ മെക്കാനിസം ഓഫ് അബ്സോർഷൻ ആണ്. ആദ്യത്തത് സിങ്കിൻ്റേത്. സിങ്ക് ഇൻറ്റെസ്റ്റൈനിൽ നിന്നും ഇൻറ്റെസ്റ്റൈനൽ സെൽസിലോട്ട് കയറുന്നത് സിങ്ക് ട്രാൻസ്പോർട്ടർ 4 വഴിയാണ്. ആ ഒരു വഴി സെൽസിനകത്ത് കയറി കഴിഞ്ഞാൽ മെറ്റാലോ തയോണിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീനുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കും. ഇതെന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറേജ് ഫോമാണ്. എന്നിട്ട് ഇവർ ആ സെല്ലിന് പുറത്തോട്ട് ബ്ലഡിലോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ സിങ്ക് ട്രാൻസ്പോർട്ടർ 1 വഴിയായിരിക്കും. ഇൻ കേസ് ഓഫ് കോപ്പർ അവർ ഡയറ്റിൽ Cu2+ ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. ആ ഒരു ഫോം നമുക്ക് അബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവർ ഇൻറ്റെസ്റ്റൈനിൽ വരാൻ നേരത്ത് Cu2+ റിഡക്റ്റേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ Cu+ ആയിട്ട് മാറും. എന്നാൽ മാത്രം ഇവർ കോപ്പർ ട്രാൻസ്പോർട്ടർ 1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വഴി സെല്ലിനകത്തോട്ട് കയറത്തുള്ളൂ, ഇൻറ്റെസ്റ്റൈനൽ സെൽസിനകത്തോട്ട് കയറത്തുള്ളൂ. അവിടെ വെച്ചിട്ട് അവർ മെറ്റാലോ തയോണിൻ അല്ലെങ്കിൽ കോപ്പർ ചാപ്പിറോൺസ് ആയിട്ട് ബൈൻഡ് ചെയ്യും. മെറ്റാലോ തയോണിൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറേജ് ഫോമാണ്. ഈ കോപ്പർ ചാപ്പിറോൺസ് എന്ന് പറയാൻ നേരത്ത് ഈ കോപ്പർ നമ്മുടെ സെൽസുകൾക്കൊക്കെ ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ സെൽസിനെ ഈ കോപ്പറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു പ്രോട്ടീനാണ്, ഒരു കവറിങ് പോലത്തെ ഒരു സാധനമാണ് കോപ്പർ ചാപ്പിറോൺസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഇവർ ATP7A എന്ന് പറയുന്ന ഒരു കോപ്പർ ട്രാൻസ്പോർട്ടർ വഴി ബ്ലഡിലെത്തും. ബ്ലഡിലെത്താൻ നേരത്തെ ഇവർ Cu+ ഫോം ആയിരിക്കും. ബ്ലഡിൽ എത്തിയ ഉടനെ തന്നെ ഇവർ ഓക്സിജനേറ്റഡ് ആക്കപ്പെട്ടിട്ട് Cu2+ ഫോമിലോട്ട് മാറും. നെക്സ്റ്റ് ഈസ് അയൺ അബ്സോർഷൻ. അത് 2 തരത്തിൽ നടക്കാറുണ്ട്. ഒന്ന് ഹീം അയൺ അബ്സോർഷനും മറ്റൊന്ന് നോൺ ഹീം അയൺ അബ്സോർഷനും. ഈ ഹീം അയൺ അബ്സോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീമിൻ്റെ സ്ട്രക്ചറിൽ പോർഫയറിൻ റിംഗ് ഉണ്ട്. പോർഫയറിൻ്റെ നടുക്കായിട്ട് ഒരു Fe2+ അയൺ ആറ്റം ഉണ്ട്. ഈ ഒരു ഹീം കരിയർ പ്രോട്ടീൻ 1ൻ്റെ സഹായത്തോടുകൂടി എൻഡ്രോസൈറ്റിനകത്തെത്തുന്നു. അവിടെ വെച്ചിട്ട് ഹീം എന്ന് പറയുമ്പോൾ ഹീം ഓക്സിജനേസിൻ്റെ സഹായത്തോടുകൂടി Fe2+ റിലീസ് ആക്കപ്പെടുന്നു. ഈ ഒരു Fe2+ എന്ന് പറയാൻ നേരത്ത് ഈ ഒരു എൻഡ്രോസൈറ്റിനകത്ത് വെച്ച് തന്നെ ഒന്നെങ്കിൽ ഫെറിറ്റിനായിട്ട് ബൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫെറോപോർട്ടിൻ വഴി ബ്ലഡിലോട്ട് റിലീസ് ആക്കപ്പെടുന്നു. നെക്സ്റ്റ് ഈസ് നോൺ ഹീം അയൺ. ഇവരെന്ന് പറയുമ്പോൾ Fe3+ ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. ആ ഒരു ഫോം നമുക്ക് അബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻറ്റെസ്റ്റൈനിൽ വെച്ച് ഒന്നെങ്കിൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ ഡുവോഡിനൽ സൈറ്റോക്രോം ഇവരെ Fe2+ ഫോമാക്കി മാറ്റും. ഈ ഒരു ഫോമിനെ നമുക്ക് അബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ ഒരു ഫോം ഡൈവാലൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ ട്രാൻസ്പോർട്ടർ 1 വഴി ഡൈവാലൻ്റ് 2 വാലൻസിയുള്ള നമ്മുടെ Fe2+ന് 2 വാലൻസിയാണുള്ളത്. സോ ഡൈവാലൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ ട്രാൻസ്പോർട്ടർ 1 വഴി എൻഡ്രോസൈറ്റിനകത്തോട്ട് കയറുന്നു. അവിടെ വെച്ച് ഒന്നെങ്കിൽ അവർക്ക് ഫെറിറ്റിനായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും, അതൊരു ടെമ്പററി അയൺ സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു ഫോമാണ്, അല്ലെങ്കിൽ ഫെറോപോർട്ടിൻ വഴി ബ്ലഡിലോട്ട് റിലീസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഫാക്ടേഴ്സ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ദ അബ്സോർഷൻ. ഇൻ കേസ് ഓഫ് സിങ്ക് ആൻഡ് കോപ്പർ ഫാക്ടേഴ്സ് ഇൻക്രീസിങ് ദയർ അബ്സോർഷൻ എന്ന് പറയുമ്പോൾ സെയിം ആൾക്കാർ തന്നെയാണ്. ഒന്ന് ആനുവൽ പ്രോട്ടീൻ. ഈ ആനുവൽ പ്രോട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എഗ്ഗ്, മീറ്റ്, ഫിഷിലൊക്കെ ഉള്ള ഈ പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീൻസ് ആർ മേഡപ്പ് ഓഫ് അമിനോ ആസിഡ്. നമുക്കറിയാം അമിനോ ആസിഡിൽ തന്നെ ഹിസ്റ്റഡിൻ, സിസ്റ്റീൻ ഇവരൊക്കെ ഈ സിങ്ക് ആൻഡ് കോപ്പർ പോലെയുള്ള മിനറൽസ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും, വിച്ച് ആർ ഈസിലി അബ്സോർബിൾ. പിന്നെ ഈ ഓർഗാനിക് ആസിഡ്സ് ഉണ്ട്. ഇവരും നമ്മുടെ സിങ്ക്, കോപ്പർ പോലെയുള്ള മിനറൽസ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. അവരെ നമുക്ക് എളുപ്പത്തിൽ അബ്സോർവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ കേസ് ഓഫ് അയൺ ഫാക്ടേഴ്സ് ഇൻക്രീസിങ് അബ്സോർഷൻ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി ഉണ്ട്. ഇവർ Fe3+നെ Fe2+ ആക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. Fe2+ ആണ് ഈസിലി അബ്സോർബിൾ ഫോം. പിന്നെ ഈ ഗ്യാസ്ട്രിക് ആസിഡ് സഹായിക്കുന്നുണ്ട്, അതായത് അവർ സോളുബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹീം അയൺ എന്ന് പറയുമ്പോൾ നോൺ ഹീം അയണായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഈസിലി അബ്സോർബിൾ ആണ്. പിന്നെ ഡെഫിഷ്യൻസി ഉള്ള സമയത്ത്, അയൺ ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് ഡൈവാലൻ്റ് ആയിട്ടുള്ള മെറ്റൽ ട്രാൻസ്പോർട്ടർ 1, അതായത് ഇൻറ്റെസ്റ്റൈനിൽ നിന്നും അയൺ എൻഡ്രോസൈറ്റിനകത്തോട്ട് കയറുന്നത് ഈ ഒരു ട്രാൻസ്പോർട്ടർ വഴിയാണ്. അവരുടെ എക്സ്പ്രഷൻ വളരെ കൂടുതലായിരിക്കും. പിന്നെ സിങ്കും കോപ്പറും അയണൊക്കെ പ്രഗ്നൻസിയുടെ സമയത്ത്
അവരുടെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. കാരണം കൊച്ചിന് ആവശ്യമുണ്ട് ഗ്രോത്തിനും പല പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. നെക്സ്റ്റ് ഐ വിൽ ബി ഡിസ്കസിങ് ഫാക്ടേഴ്സ് ഡിക്രീസിങ് ദ അബ്സോർപ്ഷൻ. സിങ്കിൻ്റെ കേസിലാണെങ്കിൽ ഫൈറ്റേറ്റ്സ് സിങ്കുമായിട്ട് ബൈൻഡ് ചെയ്തൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. അത് ഇൻസോൾബിൾ ആയിരിക്കും, അവരെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫൈബേഴ്സിൽ ഫൈറ്റേറ്റ്സിൻ്റെ കണ്ടന്റ് പ്രസൻ്റ് ആണ്. സോ അവരും അബ്സോർപ്ഷൻ ഓഫ് സിങ്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് കാൽഷ്യം, അയൺ, കോപ്പർ ഈ 3 ആൾക്കാരും സിങ്കിൻ്റെ അബ്സോർപ്ഷനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്നവരാണ്. അതിന് കാരണം കാൽഷ്യം സിങ്കുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും വിച്ച് ഈസ് ഇൻസോൾബിൾ. അത് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മുടെ സിങ്ക്, കോപ്പർ, അയൺ ഇത് 3ഉം ഒരൊറ്റ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ വഴി നമ്മുടെ എൻഡ്രോസൈറ്റിനകത്തോട്ട് കയറുന്നുണ്ട്. ആ ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ്റെ പേരാണ് ഡൈവാലൻറ്റ് മെറ്റൽ ട്രാൻസ്പോർട്ടർ 1. അത് ഞാൻ അയണിൻ്റെ കേസിൽ അവിടെ മെൻഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിങ്കിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ കോപ്പറും അയണും കൂടുതലാണെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ വരും. അവധി സിങ്ക് എന്തായാലും തോക്കും, ഒന്നെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ അയണോ ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് സിങ്കിൻ്റെ അബ്സോർപ്ഷൻ അവിടെ കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇൻ കേസ് ഓഫ് കോപ്പർ നമുക്ക് ഇതിനെ തിരിച്ച് മറിച്ചൊക്കെ എഴുതാൻ പറ്റും. ഫൈറ്റേറ്റ്സ് കോപ്പറായിട്ട് ബൈൻഡ് ചെയ്ത് ഒരു ഇൻസോൾബിൾ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സിങ്ക് അല്ലെങ്കിൽ അയൺ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈവാലൻറ്റ് മെറ്റൽ ട്രാൻസ്പോർട്ടർ 1 വഴി കോപ്പറിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നതായിരിക്കും. അതായത് അവിടെ ഒരു കോമ്പറ്റീഷൻ വരും. ഇവിടെ കോപ്പർ തോക്കും, സിങ്ക് അല്ലെങ്കിൽ അയൺ ജയിക്കും. ഇൻ കേസ് വൈറ്റമിൻ സിയുടെ അബ്സോർപ്ഷൻ കൂടുതലാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ നോൺ ഹീം അയണിൽ നിന്നുള്ള Fe3+ എന്ന് പറയുന്ന അയൺ Fe2+ ആകും. എന്നിട്ട് അത് ഡൈവാലൻറ്റ് മെറ്റൽ ട്രാൻസ്പോർട്ടർ 1 വഴി എൻഡ്രോസൈറ്റിനകത്തോട്ട് കയറും. സോ ഇവിടെയും ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. കാരണം കോപ്പറും അയണിൻ്റെ ഒരു കോമൺ ട്രാൻസ്പോർട്ടറാണ് ഡൈവാലൻറ്റ് മെറ്റൽ ട്രാൻസ്പോർട്ടർ 1. സോ അയണിൻ്റെ അബ്സോർപ്ഷൻ ആയിരിക്കും അവിടെ മര്യാദ കിടക്കുന്നത്, കോപ്പറിൻ്റെ കുറയും. ആൻഡ് ഇൻ കേസ് ഓഫ് അയൺ ഫൈറ്റേറ്റ്സും ടാനിൻസ് ഈ ടീയിലൊക്കെ കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഇവർ രണ്ടുപേരും അയണുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഇൻസോൾബിൾ കോംപ്ലക്സ് ഫോം ചെയ്യും വിച്ച് കനോട്ട് ബി അബ്സോർബ്ഡ്. ആൻഡ് ഇൻ കേസ് ഓഫ് കാൽഷ്യവും അയണും നമ്മൾ ഒരുമിച്ച് ഇൻടേക്ക് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതായത് ഇവർ രണ്ടുപേരും ഒരു കോമൺ ട്രാൻസ്പോർട്ടർ വഴി എൻഡ്രോസൈറ്റിനകത്തോട്ട് കയറാറുണ്ട്. ആൻഡ് ദ ട്രാൻസ്പോർട്ടർ ഈസ് ഡൈവാലൻറ്റ് മെറ്റൽ ട്രാൻസ്പോർട്ടർ. ഞാനിതൊരു 3-4 തവണ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നതുകൊണ്ട് അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് നമ്മുടെ സ്റ്റൊമക്കിലുള്ള പ്രോട്ടോൺ പമ്പ്സിനെല്ലാം ഇവർ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗ്യാസ്ട്രിക് സെക്രീഷൻ മര്യാദ നടക്കത്തില്ല. ഗ്യാസ്ട്രിക് സെക്രീഷൻ മര്യാദ നടന്നാൽ മാത്രമേ Fe3+ എന്ന് പറയുന്ന നോൺ ഹീം അയൺ Fe2+ ആയി മാറത്തുള്ളൂ. Fe2+ മാത്രമേ നമുക്ക് മര്യാദ അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹെപ്സിഡിൻ. ഹെപ്സിഡിൻ എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആവുന്ന ഒരു പ്രോട്ടീനാണ്. ഇവരുടെ പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫെറോപോർട്ടിനായിട്ട് ഇവർ ബൈൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ നിന്നും അയൺ എൻഡ്രോസൈറ്റിനകത്തോട്ട് കയറുന്നു. അവിടെ നിന്ന് ഇത് ഒന്നെങ്കിൽ ഫെറിറ്റിനായിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് സ്റ്റോർ ചെയ്ത് അവിടെ കിടക്കും, അല്ലെങ്കിൽ ഫെറോപോർട്ടിൻ വഴി ബ്ലഡിലോട്ട് എത്തും. ഈ ഒരു ഫെറോപോർട്ടിനായിട്ടായിരിക്കും ഈ ഹെപ്സിഡിൻ പോയി ബൈൻഡ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്യുന്നു, ഫെറോപോർട്ടിനെ ഡീഗ്രേഡ് ചെയ്യുന്നു. സോ അയൺ കനോട്ട് ബി ട്രാൻസ്പോർട്ടഡ് ടു ബ്ലഡ്. ആൻഡ് നെക്സ്റ്റ് ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ട്രാൻസ്പോർട്ട് ഓഫ് ദീസ് മിനറൽസ് ഇൻ ബ്ലഡ്. അതായത് ഇവർ ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ നിന്നും ഇൻറ്റസ്റ്റൈനൽ സെൽസിനകത്തോട്ട് എത്തി, അവിടെ നിന്ന് ബ്ലഡിലോട്ട് എത്തി. ഇനി എങ്ങനെയാണ് ഇവർ ട്രാൻസ്പോർട്ട് എന്ന്? ഇൻ കേസ് ഓഫ് സിങ്ക് അവർ ആൽബുമിൻ ബൗണ്ടായിട്ടും α2 മാക്രോഗ്ലോബുലിനായിട്ടും ആൻഡ് സം അമിനോ ആസിഡൊക്കെ ആയിട്ട് ബൈൻഡ് ചെയ്ത് ട്രാൻസ്പോർട്ട് നടക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ആൽബുമിൻ. കാരണം ഇവർ ആൽബുമിനായിട്ട് ഭയങ്കര ലൂസ്ലിയോ ബൈൻഡ് ചെയ്യത്തുള്ളൂ. സോ ഇവർ ആവശ്യമുള്ള ടിഷ്യൂസിലൊക്കെ എത്താൻ നേരത്ത് എളുപ്പത്തിൽ റിലീസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് കോപ്പർ. ഇവർ നമ്മൾ 3 ഫോംസിൽ ബ്ലഡിൽ കാണപ്പെടാറുണ്ട്. ആൽബുമിൻ ബൗണ്ട്, സെർലോപ്ലാസ്മിൻ ബൗണ്ട് ആൻഡ് വളരെ സ്മോൾ എമൗണ്ട് മാത്രം കുറച്ച് അമിനോ ആസിഡ് ബൗണ്ടായിട്ട് കാണപ്പെടാറുണ്ട്. ഇൻറ്റസ്റ്റൈനൽ സെൽസിൽ നിന്ന് അബ്സോർബായി എൻഡ്രോസൈറ്റിൽ എത്തിയിട്ട് ബ്ലഡിലോട്ട് വരുന്ന കോപ്പർ എന്ന് പറയുമ്പോൾ Cu+ ആയിരിക്കും. അവരായിരിക്കും ആൽബുമിനായിട്ട് ബൗണ്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ കോംപ്ലക്സ് ലിവറിലോട്ട് പോകും. ലിവറിൽ വെച്ച് സെർലോപ്ലാസ്മിനായിട്ട് ബൈൻഡ് ചെയ്യും. ആൻഡ് സെർലോപ്ലാസ്മിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ Cu+, ആയിട്ട് ഓക്സിഡൈസ് ആക്കപ്പെടും. കാരണം സെർലോപ്ലാസ്മിൻ്റെ അകത്ത് കുറേ ഓക്സിഡേറ്റീവ് സെൻറ്റേഴ്സ് ഉണ്ട്. എന്നിട്ട് ഇവർ ലിവറിൽ നിന്നും ആവശ്യമുള്ള സമയത്ത് റിലീസ് ആക്കപ്പെടും. സോ സെർലോപ്ലാസ്മിൻ ബൗണ്ടായിട്ടുള്ള Cu2+ ആണ് ടിഷ്യൂസിൽ സെൽസുകളിലൊക്കെ കോപ്പറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് വളരെ സ്മോൾ എമൗണ്ട് മാത്രം മറ്റ് അമിനോ ആസിഡായിട്ട് ബൗണ്ട് ചെയ്ത് ട്രാവൽ ആവുന്നതായിരിക്കും. ആൻഡ് ഇൻ കേസ് ഓഫ് അയൺ Fe2+ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നെങ്കിൽ സെർലോപ്ലാസ്മിൻ അല്ലെങ്കിൽ ഹെഫൈസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ Fe2+നെ Fe3+ ആക്കി മാറ്റും. ഈ Fe3+ ആണ് ട്രാൻസ്ഫെറിനായിട്ട് ബൗണ്ട് ചെയ്ത ഫോമിൽ കാണപ്പെടുന്നത്. ഓരോ ട്രാൻസ്ഫെറിൻ മോളിക്യൂളിനും 2 Fe3+ അയോൺസിനെ ബൈൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ദെയർ സ്റ്റോറേജ് ഇൻ അവർ ബോഡി. ഇൻ കേസ് ഓഫ് സിങ്ക്, ലിവർ, ബോൺ, മസിൽ സെല്ലുകളിൽ മെറ്റാലതയോണിൻ ബൗണ്ടായിട്ടായിരിക്കും ഇവർ സ്റ്റോർ ആക്കപ്പെടുന്നത്. ഇൻ കേസ് ഓഫ് കോപ്പറിൽ ലിവർ, മസിൽ ആൻഡ് ബ്രെയിൻ സെൽസിലുകൾ മെറ്റാലതയോണിൻ ബൗണ്ടായിട്ടായിരിക്കും ഇവർ സ്റ്റോർ ആക്കപ്പെടുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് അയൺ സ്പ്ലീനിലും ബോൺ മാരോയിലും ലിവറിലും ഫെറിറ്റിൻ ആൻഡ് ഹീമോസിഡൻ ഫോമുകളിലായിരിക്കും ഇവർ സ്റ്റോർ ആക്കപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് എക്സ്ക്രീഷൻ ഓഫ് ദീസ് മിനറൽസ്. സിങ്കിൻ്റെ കേസിലാണെങ്കിൽ മെജോറിറ്റി ലോസ് ത്രൂ ഫീസസ്, വളരെ സ്മോൾ എമൗണ്ട് മാത്രം യൂറിനും സെറ്റിലും കൂടെ റിലീസ് ആവുന്നതായിരിക്കും. ആൻഡ് ഇൻ കേസ് ഓഫ് കോപ്പർ മെജോറിറ്റി ഈസ് റിലീസ്ഡ് ത്രൂ ബൈൽ ആൻഡ് ബൈൽ ഇൻറ്റസ്റ്റൈനിൽ ചെന്നിട്ട് പിന്നെ ഫീസസിലൂടെ റിലീസ് ആവുന്നതായിരിക്കും ഈ ഒരു കോപ്പർ. ആൻഡ് ഇൻ കേസ് ഓഫ് അയൺ പ്രത്യേകിച്ച് ഒരു എക്സ്ക്രീറ്ററി മെക്കാനിസം ഇല്ല. കാരണം അയൺ നമ്മുടെ ബോഡിയിൽ ഇഷ്ടംപോലെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സെൽ സിന്തസിസിനൊക്കെ അയൺ ആവശ്യമുണ്ട്. സോ ഒരു എക്സ്ക്രീറ്ററി മെക്കാനിസം പ്രത്യേകിച്ച് പറയാനില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ഫീമെയിൽസ് മെൻസ്ട്രേഷൻ സമയത്ത് ബോഡിയിൽ നിന്ന് അയൺ ലോസ് ആവുന്നുണ്ട്. അതുകൂടാണ്ട് സെൽസ് ഷെഡ് ചെയ്യാൻ നേരത്തും അയൺ ലോസ് ആവുന്നുണ്ട്. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദെയർ ബയോകെമിക്കൽ ഫങ്ഷൻസ്. ഇൻ കേസ് ഓഫ് സിങ്ക് അവർ 300-ലധികം എൻസൈമുകൾക്ക് ഒരു മെറ്റൽ കോ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അടുത്തത് DNA ആൻഡ് RNA പോളിമറൈസിൻ്റെ സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്
സിങ്ക് ഫിംഗർ മോട്ടീഫിൻ്റെ ഒരു സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആയിട്ട് സിങ്ക് ആക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ സിങ്ക് ഫിംഗർ മോട്ടീഫ് എന്ന് പറയുന്ന നേരത്ത് അതൊരു സ്ട്രക്ചറൽ ഡൊമൈനാണ്. പല പ്രോട്ടീനുകളിലൊക്കെ കാണപ്പെടുന്ന ഈ DNA പോളിമറൈസിലും കാണപ്പെടാറുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുകളൊക്കെ കാണപ്പെടാറുണ്ട്. ഒരു ഡൊമൈനാണ്. ആ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ DNA, RNA, മറ്റ് പ്രോട്ടീനുകളൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്യുന്നത്. ആ ഒരു ഏരിയനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിങ്ക് ഫിംഗർ മോട്ടീഫ് ഉള്ളത്. ആൻഡ് സിങ്ക് ഫിംഗർ മോട്ടീഫിൻ്റെ ഒരു സ്ട്രക്ചറൽ കമ്പോണൻ്റാണ് സിങ്ക്. അടുത്ത ആളെന്ന് പറയുമ്പോൾ കാർബോണിക് അൻഹൈഡ്രേസ് ആണ്. ഈ ഒരു എൻസൈം കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി ചേർത്ത് കാർബോണിക് ആസിഡ് ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ആസിഡ് ബേസ് ബാലൻസിലും RBCക്കകത്ത് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നേരത്തും പിന്നെ ഗ്യാസ്ട്രിക് സെക്രീഷൻ ഓഫ് HCl-ലേക്കാണ് ഇവരുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു എൻസൈമിൻ്റെ കോ ഫാക്ടറായിട്ട് സിങ്ക് ആക്ട് ചെയ്യാറുണ്ട്. അടുത്തത് ഇൻസുലിൻ ക്രിസ്റ്റലൈസേഷൻ സഹായിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മുടെ ഇൻസുലിനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസിലാണ്. അപ്പോൾ ഇവർ സ്റ്റോർ ചെയ്യുമ്പോൾ ഇൻസുലിൻ മോണോമറായിട്ട് സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും സ്റ്റെബിലിറ്റി ഉള്ളത് ഇൻസുലിൻ ഹെക്സാമർ സ്ട്രക്ചറിനാണ്. അതായത് ഒരു 6 ഇൻസുലിനെ നടുക്കായിട്ട് സിങ്ക് പോയി അവരെല്ലാവരും കൂടി ബൈൻഡ് ചെയ്ത് നിൽക്കും. അതൊരു ഹെക്സാമർ സ്ട്രക്ചർ ഫോം ചെയ്യും. നെക്സ്റ്റ് ഈസ് ജീൻ എക്സ്പ്രഷനെ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിലൊക്കെ സിങ്ക് ഫിംഗർ മോട്ടീവ്സ് കാണും. അതായത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിൻ്റെ DNA ബൈൻഡിങ് റീജിയണിൽ സിങ്ക് ഫിംഗർ മോട്ടീവ് കാണും. ആ ഒരു മോട്ടീഫിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻ്റാണ് സിങ്ക്. ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ DNAയിലുള്ള സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോറ്റൈഡുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും. ആ ഒരു സീക്വൻസ് ഓഫ് ന്യൂക്ലിയോറ്റൈഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മേ ബി എൻഹാൻസർ ആവാം, അല്ലെങ്കിൽ പ്രൊമോട്ടർ ആവാം, അല്ലെങ്കിൽ സൈലൻസർ ആവാം. ഈ ഒരു ഏരിയ പോയി ബൈൻഡ് ചെയ്യാൻ നേരത്ത് ഇതൊന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ ജീനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അതിനെ സൈലൻസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഇൻ കേസ് എക്സ്പ്രഷനാണ് നടക്കുന്നതെങ്കിൽ ആ ജീൻസ് കോഡ് ചെയ്തിരിക്കുന്നത് എന്താണോ, എന്തെങ്കിലും പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൽസിൻ്റെ ഡിഫറൻസിയേഷൻ ആണോ, ആ ഒരു കാര്യം നടക്കുന്നതായിരിക്കും. ആൻഡ് ഇൻ കേസ് ഓഫ് കോപ്പർ അവർ 5ഓളം എൻസൈമുകൾക്ക് ഒരു കോ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് സൈറ്റോക്രോം C ഓക്സിഡൈസ്, അതൊരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനൊക്കെ ആവശ്യമായിട്ടുള്ളൊരു എൻസൈമാണ്. അതിന് ഒരു കോ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ കോപ്പർ കണ്ടെയ്നിങ് എൻസൈം. ആൻഡ് ഇൻ കേസ് ഓഫ് സെർലോപ്ലാസ്മിൻ അവരുടെ ആക്ടിവിറ്റിക്ക് കോപ്പറിന് ആവശ്യമുണ്ട്. ഇവർ കോപ്പറായിട്ട് ബൈൻഡ് ചെയ്തിരുന്നാൽ മാത്രമേ സെർലോപ്ലാസ്മിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇൻ തൈറോസിൻ മെറ്റബോളിസത്തിൽ ഡോപ്പാമിൻ നോറെപ്പിനെഫ്രൈനായിട്ട് മാറുന്ന ഒരു സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ഡോപ്പാമിൻ ബീറ്റാ ഹൈഡ്രോക്സിലേസ്. അപ്പോൾ ഈ ഒരു എൻസൈമിന് കോ ഫാക്ടറായിട്ട് ഇവർ ആക്ട് ചെയ്യാറുണ്ട്. ആൻഡ് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂനൊക്കെ ഭയങ്കര സ്ട്രെങ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനൊക്കെ ഇൻറ്റഗ്രിറ്റി വേണമെങ്കിൽ ഈ കൊളാജിനിലും ഇലാസ്റ്റിനൊക്കെ പരസ്പരം ക്രോസ് ലിങ്ക് ആയിട്ടിരിക്കണം. അപ്പോൾ ആ ഒരു ക്രോസ് ലിങ്കിങ് ഫോം ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ലൈസൈൽ ഓക്സിഡൈസ്. ഇവർക്കും കോപ്പർ ഒരു കോ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് അയൺ. ഇവർ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനും മയോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഇവർ ആവശ്യമുണ്ട്. അതായത് ഹീമോഗ്ലോബിനിൽ 2 പാർട്ടുള്ള കാര്യം നമുക്കറിയാം, ഹീം പാർട്ടും ഗ്ലോബിൻ പാർട്ടും. ആൻഡ് ഹീമിൻ്റെ സ്ട്രക്ചറിൽ സെൻറ്ററിലായിട്ട് Fe2+ ഉണ്ട്. സോ പല റിഡോക്സ് റിയാക്ഷൻസുകളിലും ഈ Fe2+ ഇടക്കിടക്ക് Fe3+ ആകും, അല്ലെങ്കിൽ Fe3+ Fe2+ ആയിട്ട് മാറി ഈ ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ട് പല റിഡോക്സ് റിയാക്ഷനുകളിലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഈ കാറ്റലൈസും പെറോക്സിഡൈസുകളൊക്കെ ഹീം കണ്ടെയ്നിങ് ആയിട്ടുള്ള എൻസൈംസ് ആണ്. ഇവർ H2O2ൻ്റെ ഡീഗ്രഡേഷനാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. H2O2നെ H2Oയും O2 ആക്കി മാറ്റും. അങ്ങനെ സെൽസിനെ ഓക്സിഡേറ്റീവ് ഡാമേജിൽ നിന്നൊക്കെ ഇവർ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കാറുണ്ട്. ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ അയൺ സൾഫർ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ വരുന്നുണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്ഫറിനൊക്കെ സഹായിക്കുന്നതാണ്. സോ അവിടെയും അയൺ ഒരു റോളുണ്ട്. പിന്നെ DNA സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള റൈബോ ന്യൂക്ലിയേറ്റഡ് റിഡക്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അവർക്ക് അയൺ ആവശ്യമുണ്ട്. അപ്പോൾ ഈ അയൺ ഡെഫിഷ്യൻസി ഉള്ള സമയത്തൊക്കെ സെൽസിൻ്റെ പ്രോലിഫറേഷനെയൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് റെഗുലേഷൻ ഓഫ് ദീസ് മിനറൽസ്. അതായത് ഇവരുടെ എമൗണ്ട് ബ്ലഡിൽ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെങ്ങനെ റെഗുലേറ്റ് ചെയ്ത് നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരും. ഇൻ കേസ് ഓഫ് സിങ്ക് 2 സ്ഥലത്ത് വെച്ചിട്ട് റെഗുലേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയെ വെച്ചിട്ട്, മറ്റേത് ലിവറിലും. ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയുടെ കേസിലാണെങ്കിൽ ഡയറ്റിൽ നിന്നുള്ള സിങ്കിനെ സെൽസിനകത്തോട്ട് കയറി കഴിയാൻ നേരത്ത് മെറ്റാലാതയോണിനായിട്ട് ബൈൻഡ് ചെയ്ത് ഒരു സ്റ്റോറേജ് കോംപ്ലക്സ് ആയിട്ട് നിലനിർത്തും. ഈ മെറ്റാലാതയോണിൻ്റെ എമൗണ്ട് സെൽസിൽ കൂടുവാണെങ്കിൽ നമ്മൾ സിങ്കിൻ്റെ അബ്സോർപ്ഷൻ ഡിഗ്രീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സിങ്ക് ബ്ലഡിലോട്ട് റിലീസ് ആയി കഴിയാൻ നേരത്ത് ഇത് ആൽബുമിനായിട്ട് ബൈൻഡ് ചെയ്ത് ലിവറിൽ ചെല്ലുന്ന കാര്യം പറഞ്ഞായിരുന്നു. അവിടെ ചെന്നാലും മെറ്റാലാതയോണിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ട് നിലകൊള്ളും. എന്നിട്ട് അവിടെ നിന്ന് ബോഡിക്ക് ഇപ്പോൾ ആവശ്യമുള്ള സ്ഥലത്തോട്ടൊക്കെ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഈസ് റെഗുലേഷൻ ഓഫ് കോപ്പർ. ഇവിടെ 3 പ്രോട്ടീൻസിന് ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഒന്നാമത്തെ ആളെന്ന് പറയാൻ നേരത്ത് ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ നിന്നും എൻട്രോസൈറ്റിനകത്തോട്ട് കയറുന്ന കോപ്പർ ബ്ലഡിലോട്ട് പോകണമെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് കാരിയർ പ്രോട്ടീൻ വേണമല്ലോ, അവരാണ് ATP7A. പിന്നെ ഇവർ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ ഈ ആൽബുമിനായിട്ട് ബൗണ്ട് ചെയ്ത് ലിവറിൽ ലിവറിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കോപ്പർ സെർലോപ്ലാസ്മിനായിട്ട് ബൗണ്ട് ചെയ്യണം. അപ്പോൾ ഈ ബൗണ്ടിങ്ങിന് സഹായിക്കുന്നത് ATP7B ആണ്. ATP7B എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഒരു കോപ്പറിനെ സെർലോപ്ലാസ്മിലോട്ട് ലോഡ് ചെയ്യുന്നത്. ഇൻ കേസ് കോപ്പർ ബോഡിയിൽ എക്സസ് ആകുവാണെങ്കിൽ ഈ ലിവറിലിരിക്കുന്ന കോപ്പറിനെ ബൈലിൽ കൂടെ റിലീസ് ആക്കുന്നതായിരിക്കും. മറ്റൊരു പ്രോട്ടീൻ ആൽബുമിനാണ്. ഫ്രീ ആൽബുമിൻ നമ്മുടെ ബോഡിയിൽ പ്രസൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ലിവറിലോട്ടും ഈ ഒരു കോപ്പറിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കത്തില്ല. നെക്സ്റ്റ് ഈസ് റെഗുലേഷൻ ഓഫ് അയൺ. ഇവിടുത്തെ മാസ്റ്റർ റെഗുലേറ്റർ എന്ന് പറയാൻ നേരത്ത് ഹെപ്സിഡിനാണ്. ഇത് ലിവറിൽ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഇൻ കേസ് ഹെപ്സിഡിൻ നമ്മുടെ ബോഡി കൂടിക്കഴിഞ്ഞാൽ അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയും. ആൻഡ് ഹെപ്സിഡിൻ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അയണിൻ്റെ അബ്സോർപ്ഷൻ കൂടും. ഹെപ്സിഡിൻ്റെ ആക്ഷൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ നിന്നും എൻട്രോസൈറ്റിനോട്ട് അബ്സോർവ് ആക്കപ്പെട്ട അയൺ ബ്ലഡിലോട്ട് പോകണമെങ്കിൽ ഫെറോപോർട്ടിൻ വഴി അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ ഫെറോപോർട്ടിനായിട്ട് ഈ ഒരു ഹെപ്സിഡിൻ പോയി ബൈൻഡ് ചെയ്ത് അവരെ ഡീഗ്രേഡ് ചെയ്ത് കളയും. അപ്പോൾ പ്ലാസ്മയിലുള്ള അയണിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നതായിരിക്കും. പിന്നെ മാക്രോഫേജിനകത്തിൽ നിന്നും അയൺ റിലീസ് ആവുന്നത് ഇവർ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാക്രോഫേജസിൻ്റെ സർഫസിലും ഈ ഫെറോപോർട്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ എക്സ്പ്രസ്ഡ് ആണ്. അപ്പോൾ മാക്രോഫേജിനകത്തുള്ള അയൺ പുറത്തോട്ട് റിലീസ് ആക്കാതിരിക്കാൻ വേണ്ടി ഇവർ പോയി ആ ഫെറോപോർട്ടിനായിട്ട് ബൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് അവർ ഡിഗ്രേഡ് ചെയ്ത് കളയുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കും മാക്രോഫേജസിനകത്ത് എങ്ങനെയാണ് ഈ അയൺ വരുന്നതെന്ന്. ഈ മാക്രോഫേജസ് 120 ദിവസം ആവാറായിട്ടുള്ള RBC കാണുമല്ലോ, അവരെല്ലാം പോയി എൻഗൾഫ് ചെയ്യും.
എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ട ന്യൂട്രിയൻസിനെയും റീസൈക്കിളബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ പുറത്തോട്ട് റിലീസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് പ്ലാസ്മയിലോട്ട് ഇവർ അയണിനെ റിലീസ് ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻ. അതായത് നമ്മുടെ ബോഡിയിൽ ഈ മിനറൽസിൻ്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻ കേസ് ഓഫ് സിങ്ക് ഇവർ കോസ് ചെയ്യുന്നത് അക്രോഡെർമറ്റൈറ്റിസ് എൻട്രോപതീക്ക. ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിൻ്റെ അബ്സോർപ്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. സിങ്ക് ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ നിന്നും ഇൻറ്റസ്റ്റൈനൽ സെൽസിനകത്തോട്ട് അബ്സോർവ് ആവണമെങ്കിൽ സിങ്ക് ട്രാൻസ്പോർട്ടർ 4 എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടർ വേണം. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടറിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ പ്രോപ്പർ അബ്സോർപ്ഷൻ നടക്കത്തില്ല. അപ്പോൾ സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DNA RNA സിന്തസിസ് ഒക്കെ കുറയുന്നു. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടേൺ ഓവർ കുറയുന്നു. ആൻഡ് ഈ ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന 3 സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഹെയർ ലോസ്, പിന്നെ ഡെർമറ്റൈറ്റിസ് ആൻഡ് ഡയേറിയ. പിന്നെ ഈ DNA RNA സിന്തസിസ് കുറയുന്നതുകൊണ്ട് തന്നെ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകുന്നുണ്ട് അവിടെ. ആൻഡ് ഇൻ കേസ് ഓഫ് കോപ്പർ ഇവരുടെ ഡെഫിഷ്യൻസി ലീഡ്സ് ടു ഹൈപ്പോക്രോമിക് അനീമിയ. അതായത് ഈ കോപ്പർ എന്ന് പറയുമ്പോൾ സെർലോപ്ലാസ്മിൻ്റെ ആക്ടിവിറ്റിക്ക് ആവശ്യമുണ്ട്. അതായത് കോപ്പർ ബൗണ്ട് ടു സെർലോപ്ലാസ്മിനാണ് ആക്റ്റീവ് ഫോം. ഈ സെർലോപ്ലാസ്മിന് ഫെറോ ഓക്സിഡൈസ് ആക്ടിവിറ്റി ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നടക്കണമെങ്കിൽ സെർലോപ്ലാസ്മിൻ ഷുഡ് ബി ബൗണ്ട് വിത്ത് കോപ്പർ. ഇവർ Fe2+നെ Fe3+ ആക്കി മാറ്റും. ഈ ഒരു Fe3+ എന്ന് പറയുന്ന ഫോമിന് മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് അയണിനെ ബൗണ്ട് ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലത്തോട്ടൊക്കെ അയണിനെ എത്തിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻ കേസ് ഈ ഒരു കോപ്പർ ഇല്ലെങ്കിൽ സെർലോപ്ലാസ്മിൻ്റെ ആ ഒരു ഫെറോ ഓക്സിഡൈസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി നഷ്ടമാകും. അപ്പോൾ അയണിനെ അയൺ സ്റ്റോർസിൽ നിന്ന് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അയൺ ടിഷ്യൂവിൽ തന്നെ ട്രാപ്പായി കിടക്കും. അപ്പോൾ RBCക്ക് വേണ്ടത്ര അയൺ കിട്ടത്തില്ല, വിച്ച് ലീഡ്സ് ടു മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദേ കോസ് ന്യൂട്രോപീനിയ. ന്യൂട്രോപീനിയ ഉണ്ടാക്കണമെന്ന് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ മാരോയിൽ ന്യൂട്രോഫിൽസിൻ്റെ പ്രിക്കർസർ കാണും. അവർക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ പ്രൊലിഫറേറ്റ് ചെയ്യണമെങ്കിൽ ATP ആവശ്യമുണ്ട്. ഈ ATP പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലുള്ള ഒരു എൻസൈമാണ് സൈറ്റോക്രോം C ഓക്സിഡൈസ്. ഇവർക്ക് കോപ്പർ ആവശ്യമുണ്ട്. കോപ്പർ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സൈറ്റോക്രോം C ഓക്സിഡൈസിൻ്റെ ആക്ടിവിറ്റി കുറയും, വിച്ച് കോസസ് ഡിഫക്റ്റീവ് പ്രൊലിഫറേഷൻ ഓഫ് ന്യൂട്രോഫിൽസ് വിച്ച് ലീഡ്സ് ടു ന്യൂട്രോപീനിയ. പിന്നെ ലൈസൈൽ ഓക്സിഡൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്ടിവിറ്റിക്ക് കോപ്പറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇവരാണ് ഈ ഒരു കൊളാജനെയും ഇലാസ്റ്റിനെയൊക്കെ ക്രോസ് ലിങ്ക് ചെയ്യുന്നത്. സോ കോപ്പർ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ബോൺസ് ഒക്കെ ഫ്രജൈൽ ആയിട്ടിരിക്കും. അങ്ങനെ ഫ്രാക്ചർ ഉണ്ടാവാനും സ്കെൽറ്റൽ ഡിഫോർമിറ്റീസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മെങ്കീസ് ഡിസീസ്. അതായത് നമ്മുടെ കോപ്പർ ഇൻറ്റസ്റ്റൈനൽ ലൂമിനകത്ത് നിന്നും ഇൻറ്റസ്റ്റൈനൽ സെൽസിനകത്തോട്ട് കയറണമെങ്കിൽ ATP7 എന്ന് പറയുന്ന ഒരു കരിയർ ട്രാൻസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ സെൽസിൻ്റെ സർഫസിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടറിന് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കോപ്പറിന് സെൽസിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല, അവിടെ നിന്ന് ബ്ലഡിലോട്ട് വരാനും പറ്റത്തില്ല. ആൻഡ് ഇൻ കേസ് ഓഫ് അയൺ അവരുടെ ഡെഫിഷ്യൻസി ലീഡ്സ് ടു അയൺ ഡെഫിഷ്യൻസി അനീമിയ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ സിന്തസിസ് നടക്കണമെങ്കിൽ അയൺ ആവശ്യമുണ്ട്. ഇപ്പോൾ അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ സിന്തസിസിലെ ഹീമിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അപ്പോൾ ഹീം ഇല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഫോർമേഷൻ കാണില്ല. അപ്പോൾ അങ്ങനെ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് RBC പ്രൊഡ്യൂസ് ആവുന്നു. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകുന്നു. പിന്നെ ഫെറ്റീഗ് ഉണ്ടാകുന്നു. ഫെറ്റീഗ് എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ കുറവാണല്ലോ, അപ്പോൾ ടിഷ്യൂസിലോട്ടൊക്കെ ഓക്സിജൻ എത്തുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ഷീണം കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. അടുത്തത് ഗ്ലോസൈറ്റിസ് ഉണ്ടാകുന്നു. അതായത് അയൺ സെൽസിൻ്റെ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമാണ്, എസ്പെഷ്യലി നമ്മുടെ മ്യൂക്കോസൽ സെൽസിൻ്റെയൊക്കെ. അപ്പോഴത്തേക്കും അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാൻ നേരത്ത് നമ്മുടെ എസ്പെഷ്യലി ടങ്ങിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ആൻഡ് ദേ ഓൾസോ കോസസ് സ്പൂൺ നെയിൽസ് ഉണ്ടാക്കാറുണ്ട്. അതായത് അയൺ ഡെഫിഷ്യൻസി കാരണം പ്രോപ്പർ കൊളാജൻ സിന്തസൈസും നെയിൽസിൻ്റെ മെട്രിക്സിൻ്റെ ഫോർമേഷൻ ഒന്നും മര്യാദ നടക്കത്തില്ല. നെയിൽസ് ഭയങ്കര തിന്നായിട്ട് വരും, കോൺകേവ് ഷേപ്പിൽ വരും. അതിനാണ് സ്പൂൺ നെയിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ എഫക്റ്റ് ഓഫ് ടോക്സിസിറ്റി ഓഫ് ദീസ് മിനറൽസ്. നമ്മുടെ ബോഡിയിൽ ഈ മിനറൽസ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. ഇൻ കേസ് ഓഫ് സിങ്ക് ഇവർ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് മ്യൂക്കോസൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് നോസിയ, വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവർ നമ്മുടെ ബോഡിയിൽ ക്രോണിക്കായിട്ട് എക്സസ് ആയിട്ട് നിലകൊണ്ട് കഴിഞ്ഞാൽ കോപ്പർ ഡെഫിഷ്യൻസി ഉണ്ടാക്കും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് കൂടുതലാണെങ്കിൽ എൻഡ്രോസൈറ്റിനകത്തുള്ള മെറ്റാലാതയോണിനെ അവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഈ മെറ്റാലാതയോണിനാണെങ്കിൽ സിങ്കിനെക്കാളും സ്ട്രോങ് ആയിട്ട് കോപ്പറായിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ കോപ്പർ സെല്ലിനകത്ത് ട്രാപ്ഡായി കിടക്കും. ഈ ഇൻറ്റസ്റ്റൈനൽ സെല്ല് ഷെഡ് ചെയ്യുന്ന സമയത്ത് അതിനൊപ്പം കോപ്പറും പോകും. അങ്ങനെ ഒരു ഹൈപ്പോക്രോമിക് അനീമിയ, ന്യൂട്രോപീനിയ, ന്യൂറോളജിക്കൽ ഡിഫക്ട്സ് ഒക്കെ, അതായത് കോപ്പർ ഡെഫിഷ്യൻസിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഈ സിങ്ക് എക്സസ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈസ് കോപ്പർ ടോക്സിസിറ്റി. അത് ലീഡ്സ് ടു വിൽസൺസ് ഡിസീസാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ATP7B എന്ന് പറയുന്നൊരു പ്രോട്ടീൻ ലിവറിലുണ്ട്. ഇവരാണ് കോപ്പർ സെർലോപ്ലാസ്മിനായിട്ട് ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മിച്ചം കോപ്പർ വന്നെന്നോർത്തോ. ഈ കോപ്പറിനെ ബൈലിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ വേണം. ഇവരാണ് ഈ എക്സസ് ആയിട്ടുള്ള കോപ്പറിനെ ഒരു വെസിക്കലിലോട്ട് പാക്ക് ചെയ്തിട്ട് ബൈലിൽ കൂടെ റിലീസ് ചെയ്യിപ്പിക്കുന്നത്. സോ കോപ്പർ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇവർ ലിവറിൽ അക്യൂമുലേറ്റ് ചെയ്തിട്ട് അത് ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് മാറാം. അത് ഇത്തിരി കൂടെ സിവിയർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിറോസിസിലോട്ട് പോകാം. പിന്നെ ഇവർ കണ്ണിൻ്റെ കോർണിയയിൽ അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൈസർ ഫ്ലീഷർ റിങ്സ് ഉണ്ടാക്കും കണ്ണിൽ. നെക്സ്റ്റ് ഈസ് അയൺ ടോക്സിസിറ്റി വിച്ച് ലീഡ്സ് ടു ഹീമോസിഡറോസിസ്. അതായത് നമ്മുടെ ബോഡിയിൽ അയൺ കൂടിക്കഴിഞ്ഞാൽ അവരെ ടിഷ്യൂസിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഹീമോസിഡറിൻ്റെ ഫോമിലാണ്. അപ്പോൾ ബ്ലഡിൽ ഹീമോസിഡറിൻ കൂടിക്കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷനെ ഹീമോസിഡറോസിസ് എന്ന് വിളിക്കാം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷനാണ് ഹീമോക്രോമാറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെപ്സിഡിൻ ഉണ്ടാക്കുന്ന ഒരു ജീനുണ്ട്, HFE ജീൻ എന്ന് പറയും. ആ ജീന് മ്യൂട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹെപ്സിഡിൻ പ്രൊഡ്യൂസ് ആവത്തില്ല. അതായത് ഹെപ്സിഡിൻ്റെ എമൗണ്ട് കുറയും. ആ ഒരു ടൈമിൽ അൺകൺട്രോൾഡ് അയൺ അബ്സോർപ്ഷൻ നടക്കും. നമ്മൾ പറഞ്ഞായിരുന്നു റെഗുലേഷൻ സമയത്ത് പഠിച്ചായിരുന്നു. ഇപ്പോൾ അയൺ ബോഡി കൂടുതലാണെങ്കിൽ ഹെപ്സിഡിൻ റിലീസാവും ലിവറിൽ നിന്നും. ലിവറാണ് ഈ ഒരു ഹെപ്സിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹെപ്സിഡിൻ പോയിട്ട് ഇൻറ്റസ്റ്റൈനിൽ നിന്നും അയൺ അബ്സോർപ്ഷന് സഹായിക്കുന്ന ഫെറോപോർട്ടിൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീനെ പോയി ബൈൻഡ് ചെയ്ത് നശിപ്പിച്ച് കളയും. അങ്ങനെ അയൺ അബ്സോർപ്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് ഹെപ്സിഡിൻ പ്രൊഡ്യൂസ് ആവുന്നില്ലെങ്കിൽ അയൺ അബ്സോർപ്ഷൻ കൺട്രോൾ ഇല്ലാണ്ട് നടക്കും. നമ്മുടെ ബോഡിയിൽ അയണിൻ്റെ എമൗണ്ട് കൂടും. എന്നിട്ട് ഈ എക്സ്ട്രാ ആയിട്ടുള്ള അയൺ പോയിട്ട് ലിവറിലാണെങ്കിൽ ലിവർ സിറോസിസ്, പാൻക്രാസിൽ പോയിട്ട് ഡയബറ്റീസും, ഹാർട്ടിൽ പോയിട്ട് കാർഡിയോമയോപ്പതിയും, സ്കിന്നിൽ പോയിട്ട് ബ്രോൺസ് പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാക്കും.
പിന്നെ ഈ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന അയൺ എല്ലാം പോയിട്ട് ഫെൻറ്റോൺ റിയാക്ഷനിൽ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് മീഡിയത്തിൽ H2O2 നിന്നും റിയാക്റ്റീവ് ആയിട്ടുള്ള OH റാഡിക്കൽ, അതായത് ഫ്രീ ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ഉണ്ടാവും. ഈ ഫ്രീ റാഡിക്കൽസ് എല്ലാം പോയിട്ട് DNA, ലിപ്പിഡ്, പ്രോട്ടീൻസിനെല്ലാം ഡാമേജ് ചെയ്യും. അങ്ങനെ മൾട്ടി ഓർഗൻ ഫെയിലിയർ ഉണ്ടാക്കും. നെക്സ്റ്റ് ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓർ ക്ലിനിക്കൽ റിലവൻസ് ഓഫ് ദീസ് മിനറൽസ്. ഒന്നാമതെന്ന് പറയാൻ നേരത്ത് വൂണ്ട് ഹീലിങ്ങിന് ഈ കോപ്പർ സഹായിക്കുന്നുണ്ട്. കോപ്പർ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വൂണ്ട് ഹീലിംഗ് വളരെ കുറവായിരിക്കും. ആൻഡ് ഡയറിയുടെ തെറാപ്പിക്ക് WHO റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് സിങ്ക് തെറാപ്പി വിത്ത് ORS. അതിന് കാരണം സിങ്ക് ഈ ഡയറിയുടെ സമയത്ത് വാഷ് ഔട്ട് ആയി പോയിട്ടുള്ള അല്ലെങ്കിൽ ഡാമേജഡ് ആയിട്ടുള്ള ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസൽ സെൽസിനെയൊക്കെ റിപ്പയർ ആക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ മാലോബ്സർഷൻ്റെ സമയത്തും ആൽക്കഹോളിസത്തിൻ്റെ സമയത്തും സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. കാരണം ഈ ആൽക്കഹോളിൻ്റെ സമയത്ത് ആൽക്കഹോൾ വിൽ ഡാമേജ് ദ മ്യൂക്കോസൽ ലൈനിങ് ഓഫ് ദി ഇൻറ്റസ്റ്റൈനൽ സെൽസ്. ആൻഡ് ഇൻ കേസ് ഓഫ് കോപ്പർ ഇൻക്രീസസ് ഡ്യൂറിങ് വിൽസൺസ് ഡിസീസ്. ആൻഡ് ഈ ഒരു ടൈമിൽ സെറോപ്ലാസ്മിൻ്റെ എമൗണ്ട് കുറവായിരിക്കും കേട്ടോ. ആൻഡ് കോപ്പർ ഡിക്രീസസ് ഡ്യൂറിങ് മെങ്കീസ് ഡിസീസ്. ആൻഡ് ഗ്യാസ്ട്രിക് സർജറിയൊക്കെ ചെയ്ത് കഴിയാൻ നേരത്ത് കോപ്പർ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അയൺ കുറവായിരിക്കും. ആൻഡ് ക്രോണിക് ബ്ലഡ് ലോസ് ഒക്കെ ഉള്ള സമയത്ത് ഇഷ്ടംപോലെ ബ്ലീഡിങ് വരുന്നതുകൊണ്ട് ഈ RBCയുടെ ഫോമിൽ അയൺ നമുക്ക് നഷ്ടമാകും. പിന്നെ ഹെമോക്രോമാറ്റോസിസ് ഞാൻ പറഞ്ഞായിരുന്നു, ഹെപ്സിഡിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനുള്ള ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം ഹെപ്സിഡിൻ മര്യാദക്ക് പ്രൊഡക്ഷൻ നടക്കത്തില്ല. അപ്പോൾ അയണിൻ്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. അയൺ പോയിട്ട് ഓർഗൻസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറേ അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ അയണുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യും. അതിലൊന്ന് ഫെറിറ്റിനാണ്, കാരണം ഇവിടെ അയൺ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഒന്ന് ട്രാൻസ്ഫറൻസ് സാച്ചുറേഷനാണ്, അതായത് നമ്മുടെ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്ന യൂസബിൾ ആയിട്ടുള്ള അയൺ എന്തോരം ഉണ്ടെന്ന് നമ്മൾ നോക്കും. നേരത്തെ പറഞ്ഞ ഹീമോക്രോമാറ്റോസിസിലെ ആ ഒത്തിരി ട്രാൻസ്ഫറൻസ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ വളരെ കൂടുതലായിരിക്കും, ഫെറിറ്റിൻ്റെ എമൗണ്ടും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ഇവരുടെ മെറ്റബോളിസം എല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. എസ്റ്റിമേഷൻസ് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതിലേക്കും ബൈ.